പത്തരമാറ്റിൻ്റെ കിടിലൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ നന്ദു സച്ചിദാനന്ദൻ ഫ്രോഡാണ് എന്നുള്ളത് കനകയ്ക്ക് തെളിവ് സഹിതം കാണിച്ചു കൊടുക്കുകയാണ്. കാമുകിയുമായിട്ട് കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ആ ഒരു വീഡിയോയും ഫോട്ടോയും കനകയ്ക്ക് കാണിച്ചു കൊടുക്കുന്ന സമയത്ത് കനകയ്ക്ക് അങ്ങ് ദേഷ്യം വരുന്നുണ്ട്. ആ സമയത്ത് നന്ദുവിനോട് പറയുന്നുണ്ട്, സോറി മോളെ, ഞാൻ എൻ്റെ നന്ദൂട്ടനെ ഒരുപാട് വഴക്ക് പറഞ്ഞു, അയാളെ കല്യാണം കഴിക്കാൻ വേണ്ടി പറഞ്ഞിട്ട്. പക്ഷേ അത് എത്ര നന്നായി എന്നറിയോ നേരത്തെ അറിഞ്ഞത്. ആ ജോത്സ്യനെ കണ്ട സമയത്തും അയാൾ ഈ ബന്ധം നടക്കില്ലെന്നാണ് പറഞ്ഞത്. പക്ഷേ എനിക്കൊരു ടെൻഷനും വാശിയും ഒക്കെ ഉള്ളതുകൊണ്ടാണ് ഞാനിത് നടത്താൻ വേണ്ടി തീരുമാനിച്ചത്. ആ ജോത്സ്യനെ ഞാൻ വിശ്വസിച്ചില്ല. പക്ഷേ ആ ജോത്സ്യൻ പറയുന്നതിൽ 100% സത്യമുണ്ട് എന്നുള്ളത് എനിക്കിപ്പോൾ ബോധ്യമായി മോളെ, എന്നോട് ക്ഷമിക്കണേ മോളെ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നന്ദു പറയുന്നുണ്ട്, എനിക്കെന്തായാലും ഇനിയൊരു മറ്റൊരു വിവാഹം വേണ്ട എന്നുള്ളത് അമ്മയോട് ഞാൻ ഒരുപാട് തവണ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. അനിയ വിവാഹം കഴിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും എനിക്ക് മറ്റൊരു വിവാഹം ഞാൻ കഴിക്കില്ല എന്ന് ഉറച്ച തീരുമാനം ഞാൻ എടുത്തിട്ടുണ്ട്. അതിന് ഇനി അമ്മ എന്ത് തുനിഞ്ഞിട്ടും കാര്യമില്ല. പിന്നെ ജോത്സ്യനെ ഞാൻ പോയി കണ്ടിരുന്നു. ആ സമയത്തും എന്നോട് ജോത്സ്യൻ പറഞ്ഞൊരു കാര്യം ഇത് തന്നെയാണ്, മറ്റൊരു വിവാഹം എനിക്ക് എൻ്റെ ജീവിതത്തിൽ പറഞ്ഞിട്ടില്ല എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് അതെനിക്ക് ബോധ്യമായി കഴിഞ്ഞൊരു കാര്യമാണ്. പിന്നെ അമ്മ ഇതിനായിട്ടൊന്നും ഒരുങ്ങണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ആകെ ടെൻഷനോട് കൂടി നന്ദുവിനെ കെട്ടിപ്പിടിച്ച് കരയാണ് കനക. എന്നിട്ട് പറയുന്നുണ്ട്, അമ്മ സങ്കടപ്പെടേണ്ട, എനിക്ക് ദേഷ്യമൊന്നുമില്ല. എന്തായാലും ദൈവമായിട്ട് സച്ചിദാനന്ദൻ്റെ ആ ഒരു കള്ളക്കളി നമ്മുടെ മുന്നിൽ തെളിഞ്ഞല്ലോ. അയാളൊരു ഫ്രോഡാണ്, അബിയേക്കാളും വലിയ ഫ്രോഡാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലായല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് കനക പറയുന്നുണ്ട്, എന്നാലും കാക്കിക്കുള്ളിൽ നിൽക്കുന്ന ഒരാളല്ലേ, നീതി പുലർത്തേണ്ട ആളല്ലേ, എന്നിട്ടും ഈ സ്വഭാവം കാണിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ അത് പിന്നെ എല്ലാവരും ഒരുപോലെ ആയിരിക്കും അമ്മ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ കനക നന്ദുവിനോട് പറയുന്നുണ്ട്, എന്തായാലും അയാൾക്കിട്ട് നല്ലൊരു പണി കൊടുക്കണം. നമ്മൾ അറിഞ്ഞു എന്നുള്ളത് അയാൾ അറിയണ്ട, പക്ഷേ അയാൾ നല്ലൊരു പണി അയാൾക്ക് ഞാൻ കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അമ്മ എന്താ ഉദ്ദേശിച്ചത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊക്കെ മോള് കണ്ടറിഞ്ഞോ എന്ന് പറയുകയാണ്. അങ്ങനെ പിന്നീട് കനക സച്ചിദാനന്ദനെ ഫോൺ ചെയ്യുന്നുണ്ട്. ഹലോ മോനെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഫോൺ ചെയ്യുന്നത്. അപ്പോൾ ആ അമ്മ എന്താ പ്രത്യേകിച്ച് എന്തെങ്കിലും, ഞാനിന്ന് അങ്ങോട്ട് വരാനിരിക്കുകയായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ എന്നാ മോ ഇങ്ങോട്ട് വാ, എനിക്കും അല്പം ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട് എന്നൊക്കെ പറയുമ്പോൾ സച്ചിദാനന്ദൻ ചോദിക്കുന്നുണ്ട്, എന്താ അമ്മേ, എന്തായാലും പറഞ്ഞോളൂ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ കനക പറയുന്നുണ്ട്, മോനിങ്ങോട്ട് വരാമെന്നല്ലേ പറഞ്ഞത്, അപ്പോൾ നമുക്ക് നേരിട്ട് സംസാരിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം സച്ചിദാനന്ദൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. നന്ദുവും അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ സച്ചിദാനന്ദൻ കനകയോട് കല്യാണത്തിൻ്റെ കാര്യവും വീട്ടുകാരോട് നമുക്ക് എത്രയും പെട്ടെന്ന് പറയണ്ടേ എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് കനക ചിന്തിക്കുന്നുണ്ട്, അതേടാ വീട്ടുകാരോടൊക്കെ പറയണം, നിൻ്റെ ഈ ഒരു ചീത്ത സ്വഭാവമായിട്ട് നടക്കുന്നത് അവരെയും എനിക്ക് അറിയിക്കണം, നീ പെട്ടെന്ന് തന്നെ നിൻ്റെ വീട്ടുകാരെ വിളിച്ച് വരുത്തുകടാ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് കനക. അങ്ങനെ സച്ചിദാനന്ദൻ ചോദിക്കുന്നുണ്ട്, എന്താ അമ്മ ആലോചിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് പിന്നെ കല്യാണം അടുത്ത് വേണമെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അതിനെക്കുറിച്ച് ആലോചിച്ചതാ എന്നൊക്കെ പറയുകയാണ് കനക. അങ്ങനെ പിന്നീട് നമ്മുടെ ഗോവിന്ദനുമായിട്ട് സംസാരിക്കാനൊക്കെ പറഞ്ഞിട്ട് കനക, ഞാൻ ജ്യൂസ് എന്തെങ്കിലും എടുക്കാം മോനെ എന്നൊക്കെ പറഞ്ഞിട്ട് കിച്ചണിലോട്ട് പോവുകയാണ്. അങ്ങനെ സച്ചിദാനന്ദനുള്ള ജ്യൂസ് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അതിലൊരു ഗുളിക ചേർക്കുന്നുണ്ട്. മറ്റു ഗുളികയൊന്നുമല്ല, നമ്മുടെ സച്ചിദാനന്ദന് വയറ് ഇളകി ടോയ്ലറ്റിൽ എണീക്കാൻ പറ്റാത്ത വിധത്തിലാക്കുന്ന രീതിയിലുള്ള ഒരു ഗുളികയാണ് അതിൽ ചേർക്കുന്നത്. അങ്ങനെ അത് പൊടിച്ച് ചേർക്കുന്നുണ്ട്. ഇത് കണ്ടുകൊണ്ടാണ് നന്ദു അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ പറയുന്നുണ്ട്, എന്താ അമ്മ, എന്താ അതിലിട്ടത്, എൻ്റെ പണി പോക്കുന്ന രീതിയിൽ എന്തെങ്കിലുമാണ് അമ്മ ചെയ്യാൻ പോകുന്നത്, അയാളെ കൊല്ലാൻ തീരുമാനിച്ചിരിക്കുകയാണോ എന്നൊക്കെ പറയുമ്പോൾ അതൊന്നും ഞാൻ ചെയ്യത്തില്ല, അങ്ങനെ ചെയ്താൽ നമ്മളുടെ വീട്ടുകാരും നീ അടക്കം കുടുങ്ങൂലേ, അങ്ങനെയൊന്നും ഞാൻ ചെയ്യത്തില്ല, പക്ഷെ അയാൾക്കൊരു പണി കൊടുക്കണമല്ലോ, അയാൾ ഇന്നത്തെ ദിവസം ടോയ്ലറ്റിൽ നിന്ന് എഴുന്നേൽക്കാനേ പോകുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് കനക. അങ്ങനെ ഇത് കേട്ടപ്പോൾ നന്ദുവിനും ഒരു സന്തോഷമായി. അത് ശരിയാണ്, ഇങ്ങനെ ഒരു പണി അയാൾക്ക് കൊടുക്കുക തന്നെ വേണം. എന്നിട്ട് എന്താണ് ഇത് എന്ന് ചോദിക്കുമ്പോൾ നമുക്കത് പറയാലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ പിന്നീട് കനക സച്ചിദാനന്ദനുള്ള ജ്യൂസുമായിട്ട് പോവുകയാണ്. എന്നിട്ട് സന്തോഷത്തോടു കൂടി സച്ചിദാനന്ദൻ അത് വാങ്ങി കുടിക്കുന്നുണ്ട്. അത് നല്ല സന്തോഷത്തോടു കൂടെ കണ്ടു നിൽക്കുകയാണ് നന്ദു. കനകയും ചിന്തിക്കുന്നുണ്ട്, കുടിക്ക് അല്പം കഴിഞ്ഞാൽ നിനക്ക് തുടങ്ങാം ഇതിൻ്റെ ഒരു എഫക്റ്റ് എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുകയാണ്. അങ്ങനെ സച്ചിദാനന്ദൻ വീണ്ടും കല്യാണത്തെക്കുറിച്ചൊക്കെ ഇങ്ങനെ ആലോചിച്ച് അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് കനക വയറ്റിലെത്തിയല്ലോ, എന്നിട്ടും ഒരു കുലുക്കും കാണുന്നില്ലല്ലോ, വല്ലാത്ത തൊലിക്കെട്ടി തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം സച്ചിദാനന്ദൻ ഒരു വയറുവേദന പോലെ വരികയാണ്. ആ സമയത്ത് സച്ചിദാനന്ദൻ ചിന്തിക്കുന്നുണ്ട്, ഇതെന്താ ഇപ്പോൾ ഒരു വയറുവേദന, പണി പാളിയോ, ടോയ്ലറ്റിൽ പോകാനൊക്കെ ഉണ്ടല്ലോ, ഇവിടെ നിന്ന് പോകുന്നത് മോശമാണ്,
അബദ്ധം ആണ് എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. ആ സമയത്ത് വയറുവേദന ഒക്കെ ഇങ്ങനെ കൂടി വരുന്നുണ്ട്. എന്നിട്ട് രാവിലെ കഴിച്ചതിൻ്റെ എന്തോ പറ്റിയിട്ടില്ല. അപ്പോഴേ എനിക്ക് തോന്നിയിരുന്നു രാവിലെ കഴിച്ചാൽ ഗ്യാസ് ഇളകും എന്നുള്ളത്. മൊത്തം പണി പാളിയല്ലോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ കനക മുഖം മാറിയിരിക്കുന്നത് കണ്ടിട്ട് ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി മോനെ മുഖം വല്ലാണ്ടിരിക്കുന്നത്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, ഇല്ല അമ്മേ, ഞാൻ എന്തായാലും പെട്ടെന്ന് പോട്ടെ, എനിക്കൊരു അത്യാവശ്യമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് സച്ചിദാനന്ദൻ ആകെ ഇങ്ങനെ ഇറുക്കി പിടിച്ചിങ്ങനെ ഓടുകയാണ്. ആ കാഴ്ച കണ്ടിട്ട് നമ്മുടെ കനകയും നന്ദുവും നോക്കി ചിരിക്കുന്നുണ്ട്. എന്നിട്ട് അയാൾ പോയി കഴിഞ്ഞതിന് ശേഷം നന്ദു കനകയോട് ചോദിക്കുന്നുണ്ട്, അല്ല അമ്മേ, ഇനിയിപ്പോൾ നമ്മൾ ജ്യൂസിൽ എന്തെങ്കിലും കലർത്തിയതാണെന്നുള്ള അയാൾ മനസ്സിലാക്കിയിട്ട് തിരിച്ച് വന്നിട്ട് എന്തെങ്കിലും ചോദിക്കോ, എന്തെങ്കിലും പറയോ എന്നൊക്കെ ചോദിക്കുമ്പം കനക പറയുന്നുണ്ട്, അയാൾ ചോദിച്ചാൽ അയാൾക്കുള്ള മറുപടി കൊടുക്കാൻ എൻ്റെ അടുത്തുണ്ട്. പിന്നെ ഇതൊരു തുടക്കം മാത്രമാണ്. നമ്മളെന്തായാലും കാര്യങ്ങൾ അറിഞ്ഞു എന്നുള്ളത് അയാൾ അറിയണ്ട. ഇങ്ങനെയുള്ളൊരു പണികൾ അയാൾക്ക് കൊടുക്കണം. അയാൾ അങ്ങനെ സുഖമായിട്ട് നിൽക്കണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കനക.